الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. صلى الله عليه وسلم. ബഹുമാനരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഭൗതിക ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നന്മയിൽ സുഖം, തിന്മയിൽ ദുഃഖം. അത് മനുഷ്യ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരു നടപടിക്രമമാണ്. വേണ്ടാന്ന് വിചാരിച്ചാൽ നന്മ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു സുഖം ഉണ്ടാവും, ആശ്വാസം ഉണ്ടാവും. തിന്മ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ വന്ന് ഭവിക്കാറ്. രോഗങ്ങൾ, അപകടങ്ങൾ, നഷ്ടം, ഇത്തരം സംഗതികൾ തിന്മയായിട്ട് ഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവും, വേദന ഉണ്ടാവും. ഈ രണ്ട് അവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള പരീക്ഷണമാണ് എന്നാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്നത്. സുഖവും നന്മയും ആശ്വാസവും അനുഭൂതിയും ആഹ്ലാദവും ഉണ്ടാവുമ്പോൾ തിമിർത്താടി രസിച്ച് കളയേണ്ടതില്ല. ദുഃഖവും വേദനയും പ്രയാസവും രോഗവും കഷ്ടവും നഷ്ടവും ഉണ്ടാകുമ്പോൾ നിരാശയുടെ പടുകുടിയിൽ അകപ്പെട്ടു പോകേണ്ടതില്ല. ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സമീപനം, എപ്പോഴും ഒരു ബാലൻസ് ചെയ്തൊരു മനസ്സാണ് വലിയ കുഴപ്പമില്ലാതെ ഭൂമിയിൽ ജീവിച്ചു പോകാൻ മനുഷ്യന് സഹായമാവുക എന്നതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. അവന്റെ ദൈനംദിന ജീവിത ഇടപാടുകളിൽ നടക്കുന്ന സംഭവങ്ങളെ ഈ വിജ്ഞാനവുമായി തട്ടിച്ചുകൊണ്ട് ശാന്തവും ധൈര്യവുമായി ഒരു ജീവിതം അവനെ നയിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഈ വിഷയം പല കോലത്തിൽ ആഴത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വനബലുകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ശർറാണ് ആദ്യം പറഞ്ഞത്, അതായത് തിന്മ കൊണ്ട് നന്മ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പൊ തിന്മ വന്നാലും നന്മ വന്നാലും അത് അല്ലാഹുവിനുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കും. ഇവിടെ ചില ചില്ലറ ശിക്ഷകൾ ലഭിക്കാം, അതുപോലെ തന്നെ ചില ചില്ലറ റിവാർഡുകൾ ലഭിക്കാം. അതായത് ചില നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കും. അത് ട്രയലായാലും റിവാർഡായാലും, അതായത് പരീക്ഷണമായാലും റിവാർഡ്. റിവാർഡ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണം. അതായത് എന്തിനെങ്കിലും നമ്മൾ പ്രവർത്തിച്ചു, എന്തിനു വേണ്ടിയോ നമ്മൾ പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു പ്രതിഫലമോ അഭിനന്ദനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിച്ചു, അല്ലെങ്കിൽ ആഹ്ലാദകരമായ സന്ദേശം, അതും ദുനിയാവിൽ പരീക്ഷണം. കാരണം അങ്ങനെ ലഭിച്ചാൽ ഇവൻ എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊരു പരീക്ഷണം.
അതാണ് നന്മ കൊണ്ടും തിന്മ കൊണ്ടും, തിന്മ കൊണ്ടും നന്മ കൊണ്ടും രക്ഷ. നമ്മളിലേക്കാണ് നിങ്ങൾ മടങ്ങി വരുന്നത് എന്ന യാഥാർത്ഥ്യം മറന്നു പോകേണ്ടതില്ല. കുറച്ചുകൂടി കടുപ്പത്തിൽ പറയും, മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ, അതായത് കൂടിച്ചേർന്ന ഇന്ത്യത്തുള്ളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ജാലനാഹു അതിനാവശ്യമായ സംവിധാനം കൊടുത്തു എന്നതിന്റെ ചുരുക്കമാണ് ഇവിടെ പറയുന്നത്. സമീഅൻ ബസീറ, കേൾവിയും കാഴ്ചയും നൽകി എന്ന് പറഞ്ഞാൽ അവന് ഇത് മനസ്സിലാക്കാനും അറിയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അതായത് കേട്ടാലും അറിയുകയാണ് ചെയ്യുക, കണ്ടാലും ഒടുവിൽ അറിയുകയാണ് ചെയ്യുക, കൊണ്ടാലും അറിയുകയാണ് ചെയ്യുക, രുചിച്ചാലും ഒടുവിൽ അറിവാണ് ഉണ്ടാകുക. വലിയ അത്ഭുതമാണ്. കേട്ടറിയുക, കണ്ടറിയുക, തൊട്ടറിയുക, അനുഭവിച്ചറിയുക, രുചിച്ചറിയുക. കാരണം അറിവിന്റെ വിവിധ വശങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നാനാഭാഗത്തുകൂടി നമുക്ക് അറിവ്, അതിനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത. പ്രകാശം കണ്ണിലേക്ക് വന്നു, വസ്തുവിൽ നിന്നുള്ള പ്രകാശം അത് റെറ്റിനയിലായി, തലകുത്തനെ ഇമേജ് കിട്ടി, അവിടെ നിന്ന് കെമിക്കൽ ആക്ഷൻ തലച്ചോറിലെത്തി, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക ഇത് ഇന്നതാണ്. ഇത്ര വളരെ വലിയ സ്പീഡിലാണ് നടക്കുന്നത്. അതായത് പ്രകാശ വേഗതയേക്കാൾ വേഗത്തിലാണ് സംഗതി നടക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ കണ്ട ഇതെന്റെ മോനാണ്, ഇതെന്റെ ഭാര്യയാണ്, തിരിച്ചറിവുള്ളത്. കാരണം തിരിച്ചറിവ് മനുഷ്യൻ ആദ്യമേ നൽകിയിട്ടുള്ളൂ. ഈ തിരിച്ചറിവില്ലേ ഇവന്റെ കുഴപ്പമാണ്. നടന്നു പോകുന്നവർക്ക് പടിയുണ്ടെങ്കിൽ നമുക്ക് കാണണം, അല്ലെങ്കിൽ കാലെടുത്ത് നോക്കുമ്പോൾ പടനെ കവിഞ്ഞോട്ട് പലു പോകും. അപ്പൊ എത്ര വളരെ ഗംഭീരമായിട്ടാണ് നമ്മളെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ബാത്റൂം രണ്ടുമോട് കെട്ടുകൾ കയറി വരുന്നത് വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് വളരെ വലിയ സംവിധാനങ്ങളാണ്. ഈ പ്രകാശത്തിന്റെ തന്നെ വേറൊരു ഊർജം, ശബ്ദം, അതിങ്ങനെ തരംഗങ്ങളായിട്ട് വന്നിട്ട് അവിടെ ഒരു ചെവിയുടെ ഡയഫ്രം സാധനം വെച്ചിട്ടുണ്ട്, അവിടെ വന്നിട്ട് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ പ്രത്യേക തരത്തിലുള്ള കുറെ സംവിധാനങ്ങൾ. അതിൽ പുറത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൈയും കാലുമുള്ള ആളുകളെ പോലെ തോന്നും. അത് അവിടെ നേരെ തലച്ചോറിലേക്ക് കൊടുക്കുക. ഇത് ഇന്നതാണ് കേട്ടത്, ഇന്നതാണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ കണ്ണിന്റെ അതുപോലെ ചെവിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തി. ഇബ്നുൽ ഹൈതമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹസൻ ഇബ്നുൽ ഹൈതം പ്രകാശശാസ്ത്രത്തിന്റെ, ആധുനിക പ്രകാശശാസ്ത്രത്തിന്റെ ഒരു നേതാവാണ്. 2013 UN ജനറൽ അസംബ്ലിയിൽ ഒരു പ്രമേയമുണ്ടായി. 2015 പ്രകാശ വർഷമായി ആഘോഷിക്കുക. ജനുവരി മുതൽ ഈ ഡിസംബർ 31 അവസാനിക്കുന്ന ഒരു കൊല്ലം നമ്മളിവിടെ ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്നു. ആ വർഷത്തിന് പ്രത്യേകതയുണ്ട്. 2015 കിതാബുൽ മനാദിർ എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതി. അതുവരെ ലോകത്തുണ്ടായിരുന്ന എല്ലാ കാഴ്ചശാസ്ത്രത്തെയും തിരുത്തി കുറിച്ചറിയുന്നത്. കണ്ണിൽ നിന്നുള്ള പ്രകാശം വസ്തുവിൽ പോയി തട്ടി അവിടെ നിങ്ങളുടെ പ്രതിഫലിച്ചിട്ടാണ് നമ്മൾ ഇമേജുകൾ കാണുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അതുവരെ വിശ്വസിച്ചത്. പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള ഒരുപാട് ചിന്തകളാണ് ഒരുപാട് വർഷങ്ങൾ, സഹസ്രാബ്ദങ്ങൾ ലോകത്തുണ്ടായി. അതിനെ മാറ്റിക്കുറിച്ചത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ മധ്യകാലഘട്ടത്തിലുള്ള പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരെ. ഇബിലിസിനെ കേട്ടിട്ടുണ്ടാവും, അൽ-കിന്ദി, ഫറാബി, അതുപോലെ ഒരുപാട് ആളുകൾ. ആധുനിക എയറോനോട്ടിക് സയൻസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫർനാസി, കൊർദോവയിലെ ഒരു മിനാരത്തിൽ നിന്ന് ചിറക് വെച്ച് മറ്റൊരു മിനാരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീട് മരിച്ചുപോയ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ആ പറക്കൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വിമാനവും റോക്കറ്റും അതുപോലെയുള്ള സംവിധാനങ്ങൾ. നമ്മൾ ഇന്റർനെറ്റ് വളരെ സുലഭമായി ഉപയോഗിക്കും. ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാണെന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് ഈ മനുഷ്യരെ. കാഴ്ചശാസ്ത്രത്തിന്റെ വളരെ വിപുലമായ ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. 70 കണ്ടെത്തിയിട്ടുണ്ട്.
അത് ലോകത്തിലെ പല ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ലാറ്റിൻ, ഫ്രഞ്ച് ഭാഷകളിലേക്ക് 12-13 നൂറ്റാണ്ടുകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആ പുസ്തകം എന്നാണ് ആധുനിക ഒപ്തോമോളജി, കണ്ണുശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ പ്രകാശശാസ്ത്രത്തിന്റെ എല്ലാ അടിസ്ഥാനവും നിലകൊള്ളുന്നത് എന്നുള്ള ഒരുപാട് കാര്യം. അതുപോലെ ലിയനാർഡോ ഡാവിഞ്ചി, റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന ആധുനിക ലോകത്തിലെ ശാസ്ത്രജ്ഞൻ, അങ്ങനെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ കണ്ണുശാസ്ത്രത്തിന്റെ, പ്രകാശശാസ്ത്രത്തിന്റെ, കാഴ്ചശാസ്ത്രത്തിന്റെ ബാലപാഠം പഠിച്ചത് കിതാബുൽ മനാദിറിന്റെ ട്രാൻസ്ലേഷൻ എന്നായിരുന്നു. ആധുനിക ലോകം, യൂറോപ്പ് തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അൽഹസൻ എന്നാണ് അവർ വിളിക്കുക. ഇബ്നുൽ ഹൈത്തം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബസറയിലാണ് ജനിച്ചത്. അവിടെ അമീറിന്റെ കൊട്ടാരത്തിൽ ഒരു സേവകൻ അല്ലെങ്കിൽ ഒരു ക്ലാർക്കായി വന്നു. പഠനം, ഈ ജോലി തടസ്സമാവും പഠനത്തിന് മനസ്സിലാക്കിയപ്പോൾ പിരിച്ചുവിടാൻ അധികാരികളോട് പറഞ്ഞപ്പോൾ പിരിച്ചുവിട്ടില്ല. അങ്ങനെ ഭ്രാന്ത് അഭിനയിച്ച് അവിടെ നിന്ന് അദ്ദേഹം ബാഗ്ദാദിലേക്ക് ഓടുകയാണ്. ബഗ്ദാദിലെ ഖലീഫയായിട്ട് കുറച്ചാലും പ്രവർത്തിച്ചപ്പോൾ ബസറയിലെ ഖലീഫ വിവരം അറിഞ്ഞുകൊണ്ട് ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം ഷാമിലേക്ക് പോയി. ഷാമിൽ നിന്ന് അദ്ദേഹം കൈറോയിലേക്ക് പോയി. കൈറോയില് അവിടുത്തെ രാജാവിന്റെ അടുത്ത്, അന്ന് ഈജിപ്തിൽ വരൾച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ജനങ്ങളെ രക്ഷിക്കാൻ ഒരു വലിയ പരിപാടി കൈവശമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ രാജാവ് 3000 ദീനാർ കൊടുത്തിട്ട് അദ്ദേഹത്തെ അവിടെ ബഹുമാനിച്ച് ആദരിച്ച് ഒരു ജോലി പോയി. ഇന്നത്തെ അസ്വാൻ ഡാം നിലനിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു വലിയ മേജർ പ്രോജക്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പക്ഷെ പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷം അത് അദ്ദേഹത്തിന് നാണക്കെണ്ടെങ്കിലും വളരെ വലിയ പണ്ഡിതനാണെന്ന് മനസ്സിലാക്കിയ ഖലീഫ അദ്ദേഹത്തിന് ഒരു ജോലി എടുത്തു. ആ ജോലി അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. വീണ്ടും പഴയ പരിപാടി ഭ്രാന്ത് അഭിനയിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ ഖലീഫയാളെ പഠിച്ച് വീട്ടിലിറങ്ങി വെച്ചു. 1011 മുതൽ 1021 വരെ 10 കൊല്ലം ഈ മനുഷ്യൻ വീട്ടിലിറങ്ങൽ കണ്ടു. വീട്ടിലിറങ്ങൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി പാറാവുകാർ ഏർപ്പെടുത്തി. ഈ പാറാവുകാരിൽ ഒരാൾ ഒരു ദ്വാരം ഉണ്ടാക്കി മതിൽ. ആ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ പ്രകാശം കടന്നു വരും. ഇയാൾക്ക് മാത്രം കാണുക. ആ പ്രകാശത്തെ കുറിച്ച് വിശദമായി പഠിച്ചിട്ട് ഖുർആനും ഹദീസുമായിട്ട് തട്ടിച്ച് ഈ പ്രകാശശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ എല്ലാ സിദ്ധാന്തങ്ങളും ഉണ്ടാക്കിയത് ഇബ്നുൽ ഹൈത്തം എന്ന് പറയുന്ന ലോകങ്ങളുടെ ഏറ്റവും വലിയ മഹാനായ പ്രകാശശാസ്ത്രജ്ഞൻ. നമുക്കൊന്നും അറിയില്ലെങ്കിൽ UN ജനറൽ അസംബ്ലിക്ക് അതറിയാം. പാരീസ് യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജനുവരി 19-ാം തീയതി വലിയ വിപുലമായ പരിപാടികളോടുകൂടി അദ്ദേഹത്തിന്റെ ഈ കിതാബുൽ മനാദിറിന്റെ 1000 വർഷം പൂർത്തിയാകുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. അതുപോലെ കൈറോയിലും ഇസ്താംബൂളിലും മലേഷ്യയിലും ജിദ്ദയിലും അബുദാബിയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സെമിനാറുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ കാഴ്ച എന്ന് പറയുന്ന ഒരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നു. ഖുർആനിൽ ഒരുപാട് സ്ഥലത്തത് വിശദീകരിച്ച് പറയുന്നു. ഇതിനെല്ലാം ആഴത്തിൽ പഠിച്ച മനസ്സിലാക്കിയ ആ മനുഷ്യൻ പറഞ്ഞത്, സത്യം കണ്ടെത്താൻ എന്റെ അധ്വാനം, ആ അധ്വാനത്തിന്റെ ഒടുവിൽ ഒരേ ഒരു സത്യം, ആ സത്യത്തിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ആശ്രമം. പക്ഷെ യൂറോപ്പിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പെട്ടപ്പോ അള്ളാഹു എന്ന പാർട്ടൊക്കെ മാറ്റി പറഞ്ഞു. അവരതിന്റെ ഭൗതിക ശാസ്ത്രം മാത്രം എടുത്തു. ഇന്ന് നമ്മൾ കണ്ണട വാങ്ങുമ്പോ, അതുപോലെ തന്നെ കണ്ണട സെറ്റ് ചെയ്യുമ്പോ ഒരുപക്ഷെ നമുക്കാർക്കും ഇബ്നുൽ ഹൈത്തമിനെ കുറിച്ച് അറിയില്ല. ഈ കണ്ണടയുടെ നമ്മുടെ ലെൻസ്, ഫോക്കസ്, അതിന്റെ ഇമേജ്, അതിന്റെ ദൂരം, അതിന്റെ എല്ലാ സംഗതികളും യഥാർത്ഥത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തത് ചരിത്രത്തിൽ ആദ്യമായി, ലോകത്തിൽ ആദ്യമായി ഇബ്നുൽ ഹൈത്തം എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു എന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അൽകിന്ദിയെ കുറിച്ചും ഫറാബിയെ കുറിച്ചും അബ്ബാസ് ബിൻ ഫുർനാസിനെ കുറിച്ചും ഇമാം ഗസാലി, ഇമാം റാസി മുതലായ അവരൊന്നും യഥാർത്ഥത്തിൽ മത നേതാക്കൾ മാത്രമായിരുന്നില്ല എന്നുള്ള. ഖുർആനും ഹദീസും അസ്ട്രോണമിയും ഫിസിക്സും മാത്തമാറ്റിക്സും അൽജിബ്രയും ജോമട്രിയും അൽജബർ വൽ മുഖാബല എന്നുള്ളതാണ് അൽജിബ്ര എന്ന വാക്കിൽ വന്നത്. അൽജബർ വൽ മുഖാബല, അൽജിബ്ര. അപ്പൊ ആധുനിക എല്ലാ ശാസ്ത്രവും, തത്വശാസ്ത്രമായാലും ബിൽഡിംഗ് കൺസ്ട്രക്ഷനായാലും ഇന്ന് ആകാശലോകത്തേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന സംവിധാനം, നമ്മുടെ ഇന്റർനെറ്റ് കേബിളുകൾ, അതുപോലെ എല്ലാ സംവിധാനങ്ങൾക്കും ബീജാഭാവം നൽകിയ മധ്യകാല നൂറ്റാണ്ടിലെ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിച്ചുണ്ടാക്കിയത് പരിശുദ്ധ ഖുർആനിലാണ്. ബസറയിലെയും കൂഫയിലെയും വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് അവർ ഉദയം ചെയ്തു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കൊർദോവയിലും അവസാനം സ്പെയിൻ മുതൽ ചൈന വരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ വിജ്ഞാനത്തിന്റെ കൈത്തരി, ഈ ഖുർആൻ പറഞ്ഞു തന്ന സംഗതി ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ
ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് സാധിച്ചത് ഖുർആന്റെ കാലികമായ വായന അവർക്ക് കഴിഞ്ഞത് കൊണ്ടായിരുന്നു. അവർക്ക് ആത്മാർത്ഥമായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾക്ക് ഖുർആനിൽ നിന്നെങ്കിലും നോക്കി പഠിക്കാൻ നമുക്കാവില്ല. കാരണം നമ്മൾ ഖുർആനുമായി ഒരുപാട് അകന്നു പോയിരിക്കുന്നു, അകലെയായിക്കൊണ്ട്. അതുകൊണ്ട് ഖുർആൻ അതിന്റെ ആത്മാവ് നമ്മുടെ മേൽ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖുർആൻ എന്ന് കണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തൊട്ടുടനെ നൂറ്റാണ്ടുകളോളം, ഏതാണ്ട് 5-5.5 നൂറ്റാണ്ടുകളിൽ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഈ ഇറിഗേഷനുമാണ്. അസ്വാൻ ഡാം പിന്നീട് ഉണ്ടാക്കിയത് ഈ ഇബ്നുൽ ഹൈതം നോക്കി പിടിച്ച സ്ഥലത്തായിരുന്നു. ലോകത്തിന്റെ ഈജിപ്തിലെ ഏറ്റവും വലിയ ഡാമാണ്. ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് അസ്വാൻ ഡാം. അതിന്റെ കണ്ടുപിടിച്ച സ്ഥലത്തായിരുന്നു യഥാർത്ഥത്തിൽ പിന്നീട് സ്ഥാപിച്ചത്. അന്ന് പണമില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ അത്രയും വർക്കസിനെ ഒരുമിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും അദ്ദേഹം അത് ഉപേക്ഷിക്കാനുണ്ടായത് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞു വന്ന സംഗതി ഈ അംഷാദിന്റെ മുതലിക്ക് എന്ന് പറയുന്ന ആ സംഗതിയല്ലേ കൂടിച്ചേർന്ന ഇന്ത്യയിൽ. അത് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് സ്പേമും എന്നും തമ്മിൽ കൂടുന്നതിനെ കുറിച്ചാണ്. പിന്നെ സ്പേമിൽ തന്നെ പുരുഷ ശുക്ലത്തിൽ തന്നെ ബില്യൺ കണക്കിന് ഉണ്ടാവുന്നതാണ്. അപ്പൊ അതിന്റെ പ്രത്യേകമായ അതിന്റെ പോക്കും വരവും ഒക്കെ എന്ന് ആധുനിക ശാസ്ത്രം വളരെ കൃത്യമായി മനസ്സിലാക്കി. അതായത് ഗർഭാശയത്തിലേക്ക് ഒരു ആണിന്റെയും പെണ്ണിന്റെയും കടന്നു കഴിഞ്ഞാൽ അത് ഏത് കോലത്തിൽ എങ്ങനെ എത്ര സ്പീഡിൽ അത് ഗർഭാശയത്തിലേക്ക് എത്തും. അവിടുത്തെ ഇഞ്ചക്ഷൻ അവിടെ ഒട്ടിപ്പിടിക്കാനുള്ള പ്രത്യേകമായ ഒരു സംവിധാനം അല. അത് ആദ്യം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു ഖലഖൽ ഇൻസാന മിൻ അല. രണ്ടാമത്തെ സെന്റൻസ് അതാ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പൊ ഇത്രയും ആഴത്തിൽ ലോകത്തിലെ ഏത് കാലഘട്ടത്തിൽ ഏത് മനുഷ്യർക്കും ഇത് ഉപയോഗപ്രദമായ രീതിയിലാണ് മനുഷ്യർക്ക് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങിയിരിക്കുന്നത്. അതവിടെ തന്നെ നമ്മൾ പറഞ്ഞു അംശാദിന്റെ മുതലി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഈ സമീഅനും ബസീറിലും ഒക്കെ ഇത്രയും ആഴത്തിലുള്ള സംഗതികളുണ്ട് എന്ന് നമുക്ക് ഒരുപാട് പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ 1-2 പ്രാവശ്യം ഓതുമ്പോൾ തന്നെ അന്നത്തെ ആളുകൾക്ക് അത് മനസ്സിലായി എന്നുള്ള അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും സൃഷ്ടിച്ചു. മരണം ഒരു സൃഷ്ടിയാണ്, ജീവിതവും ഒരു സൃഷ്ടിയാണ്. മരണവും ജീവിതവും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്നാ ജഅൽനാ മഅൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മഅലൈഹാ സഈദൻ ജുർസ. ഈ ഭൂമിയുടെ മുകളിലെല്ലാം ഭൂമിക്ക് ഒരു അലങ്കാരമായി തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെയുള്ള വൃക്ഷങ്ങളും സസ്യലതാദികളും കെട്ടിടങ്ങളും അതുപോലെ മലകളും പുഴകളും അതുപോലെയുള്ള എല്ലാ സംവിധാനവും ഭൂമിക്ക് അലങ്കാരമാണ്. അതൊക്കെ ഒരു തന്നെ റോബച്ചിനിയിൽ പോലെയാണ്. കല്ല് മാത്രം തരും, നമ്മൾ ചെത്തിമിനിക്ക് കെട്ടിടം ഉണ്ടാക്കണം. തടി മാത്രം തരും, അത് നമുക്ക് വാതിലുകളും ജനലുകളും ഉണ്ടാക്കി ഉപയോഗിക്കാം. അതിലൂടെ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തെ പിടിപ്പിക്കുന്ന വളരെ വലിയ ആസൂത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള. ഇതൊക്കെ മനുഷ്യന്മാരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് അവനാണ് നിങ്ങളെ ഭൂമിയിൽ അവന്റെ പ്രതിനിധിയായി നിശ്ചയിച്ചത്. അതായത് നിങ്ങളിൽ നിന്ന് ചിലരെക്കാൾ ഉത്തമരാക്കിയിട്ടുണ്ട്. ദറജയിൽ പദവിയിൽ നാം ഉയർത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ലഭ്യമായതിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്, പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. ഓർക്കുക, വളരെ വേഗം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവനാണ്. അതേസമയം അബദ്ധം പറ്റിയെന്ന് സമ്മതിച്ചാൽ, തെറ്റ് സമ്മതിച്ചാൽ അവൻ അധികവും പൊറുക്കുന്നവനുമാണ് എന്നുള്ള സുബ്ഹാനഹു. ഏതവസ്ഥയിലും നാം തീർച്ചയായും പരീക്ഷിക്കുന്ന ആരെയും പരീക്ഷിക്കാതെ വിടൂല എന്നുള്ള സുബ്ഹാനഹു. അപ്പൊ എങ്ങനെ പരീക്ഷിക്കണം, എന്തുകൊണ്ട് പരീക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലോചിക്കുക, ഒരു ചോയ്സ് ഇല്ല, വല്ലാത്തൊരു പ്രശ്നമാണ്. എന്നെ ഇന്നത് കൊണ്ടേ പരീക്ഷിക്കാവൂ. എനിക്ക് രോഗം തന്നെ, എനിക്ക് ജലദോഷം മാത്രം മതി, അല്ല എനിക്ക് ഹാർട്ട് അറ്റാക്ക് മതി, അല്ല എനിക്ക് ക്യാൻസർ മതി, അല്ല എനിക്ക് കിഡ്നി പേഷ്യന്റായ മതി, അല്ല എനിക്ക് ബ്ലഡ് പ്രഷറുകാരനായ മതി. ഇന്നിപ്പോ ആധുനിക ലോകത്ത് നമുക്ക് അറിയാത്ത ഒരുപാട് രോഗങ്ങൾ കഴുത്തിരിക്കാൻ വയ്യ. ഡോക്ടർക്ക് പറയും അത് സർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ആണ്, മറ്റെന്താ അത് കിഡ്നിയിൽ കല്ലാണ്, മറ്റെന്താ അത് ഇങ്ങനെ ഒരു 14 കണക്കിന് രോഗങ്ങളുടെ പേര് നമുക്ക് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റും. എന്നെ ഇന്നതുകൊണ്ട് പരീക്ഷിക്കാവുള്ളൂ, പറ്റൂല. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന അല്ലാഹു തആല പ്രഖ്യാപിച്ചതാണ്. നിന്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നവൻ സൃഷ്ടിക്കുന്നത് എല്ലാ സൃഷ്ടികളാണ്, എല്ലാ ചലനങ്ങളും സൃഷ്ടികളാണ്. അപ്പൊ ഏത് പരീക്ഷണം എപ്പോ പോവും വന്നു പോവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ ഒരു മാർഗമല്ല പടച്ചതമ്പുരാൻ. അല്ലാണ്ട് വേദന കൊണ്ടും
നമുക്ക് കഴിവില്ലാത്ത, താങ്ങാനാവാത്ത, ശരീരത്തിനും മനസ്സിനും താങ്ങാനാവാത്ത ഒരു പരീക്ഷണവും നീ വെക്കരുതേ റബ്ബേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതേസമയം പരീക്ഷണത്തിന്റെ ചില ഇനങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 155, 56, 57 ആയത്തുകളാണ് ആദ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വനബലുവന്നകും, വാവിൽ എന്ന് പറയാം, വാവിൽ കസ്ബ് എന്ന് പറയാം, തീർച്ചയായും എന്ന് പറഞ്ഞത്. നബിലുവക്കും എന്ന് പറഞ്ഞാൽ, പക്ഷെ വനബലുവന്നകും ആ ഭയങ്കര പ്രയോഗം. വാവ് ലാഭം നബിലുവന്ന എന്ന് പറഞ്ഞാൽ തക്കയിലത്തായിരുന്നു ഗോർമൻ. തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മലയാളത്തിൽ പറഞ്ഞാലുണ്ടാവും. അതുപോലെ വലനബലുവന്നകും, ആ പ്രയോഗത്തിൽ തന്നെ ഉണ്ട്. ഒരു തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഒഴിഞ്ഞു പോകാനില്ലാത്ത വിധം വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സും മിനൽ അംവാലി വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതായത് കുറച്ചൊക്കെ ഭയം, അതുപോലെ പട്ടിണി, ദാരിദ്ര്യം. നഖ്സും മിനൽ അംവാലി, അതായത് ഷോർട്ടേജ് ഓഫ് മണി, ധനനഷ്ടം, വൽ അൻഫുസ്, ശരീരനഷ്ടം, മരണം. കുടുംബത്തിൽ മരണം വരാം, രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ശരീരത്തിന് രോഗം വരാം, കുടുംബത്തിൽ മരണം. ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട്. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ബശ്ശിരിസ് സാബിരീൻ, അന്നേരം ക്ഷമ പാലിക്കണം. ക്ഷമ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രോഗം വന്നാൽ ഒരു ചികിത്സയ്ക്കാതെ ഉദ്ദേശിക്കണമെന്നല്ല, ഇത് അല്ലാഹ് വെച്ചതാണെന്ന് അറിയുകയും എന്നിട്ട് അല്ലാഹുവിനോട് അതിന് ശിഫ ചോദിക്കുകയും ആവശ്യമായ നിർദ്ദേശാനുസരണമുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും വേണം. സബിർ എന്ന് പറഞ്ഞാൽ സബറായാൽ ആദർശത്തിൽ ഉറച്ചിരിക്കുന്നതാണ്. വെറുതെ ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറയണതല്ല, മിണ്ടാതിരിക്കണേ ഒരു അടിയുടെ പറയാൻ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലല്ല അതിന്റെ ലക്ഷണം. അതായത് അവന്റെ ആദർശത്തിൽ, ഏത് അവസ്ഥയിലും ആദർശത്തിൽ ഉറച്ചു നിൽക്കാം. ഇപ്പൊ ഹൗഫിനെ കുറിച്ചാണ്. ഹൗഫ് ഒരു വലിയ സംഗതിയാണ്. ഹൗഫ് എന്ന് പറഞ്ഞാൽ പേടി. രണ്ടു തരത്തിലുള്ള ഫിയറും ആൻസൈറ്റിയും. അതായത് ആൻസൈറ്റിയും ഫിയർ. ആദ്യം ആൻസൈറ്റി ഉണ്ടാകും. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, ഹൽക്ക് എന്നാണ് അറബി പറയാം. അത് ഏത് വിഷയത്തിലും മനുഷ്യന് ആൻസൈറ്റി ഉണ്ടാവും. ആൻസൈറ്റി ഇല്ലെങ്കിൽ അവന് താല്പര്യം ഉണ്ടാവില്ല ചെയ്യാൻ. അപ്പോൾ ആൻസൈറ്റി ഉണ്ടാവും. ഏത് സംഗതിയും ശരിയാവും എന്നുള്ളൊരു ആൻസൈറ്റി ഉണ്ടാവും. ആൻസൈറ്റി ലേശം ഫിയറായിട്ട് മാറും. ഇത് കൂടിയാല് ശാരീരിക മാനസികമായ രോഗങ്ങൾ ഉണ്ടാവും. ലോകത്തിലെ രോഗങ്ങൾ, ശാരീരിക രോഗങ്ങളിൽ 66% ഈ ആൻസൈറ്റി ഫിയർ കൊണ്ടുണ്ടാണെന്നാണ് ഗവേഷണ പഠനങ്ങൾ പറയുന്നത്. അതായത് ആൻസൈറ്റി ഇല്ലാത്ത ഒരു സംഗതിയിൽ, ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഉത്കണ്ഠ, അതൊക്കെ ഉണ്ടാവും. പിന്നെ അതിനോടൊപ്പം ഹൗഫ് ഉണ്ടാവും. ഹൗഫ് രണ്ടു തരത്തിലാണ്, പോസിറ്റീവ് ഫിയറും നെഗറ്റീവ് ഫിയറും. അവിടെ ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് അനുകൂലമായ ഒരു ഭയവും നമുക്ക് പ്രതികൂലമായ ഒരു ഭയവും. ഭയം നമുക്ക് അനുകൂലമാക്കി നിർത്താം, അതേസമയം ഭയം നമുക്ക് പ്രതികൂലമാക്കി നിർത്താം. അത് നമ്മളെ തന്നെ തീരുമാനിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് ഭയങ്കരമായ പേടിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രകൃതി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ചെറിയൊരു പേടിയാണെങ്കിൽ സൂക്ഷ്മത ഉണ്ടാവും. ആ സൂക്ഷ്മമായ തലത്തിലേക്ക് മനുഷ്യന്റെ പ്രവർത്തനം പോകുന്നെങ്കിൽ എല്ലാവർക്കും പേടിയുണ്ടാവും. ഇപ്പോ ഒരു വിവാഹം ആലോചിക്കും, നന്നാവോ, ശരിയാവോ, എന്താണ് പെണ്ണിന്റെ അല്ലെങ്കിൽ ചെക്കന്റെ സ്ഥിതി, ഒരു ആശിച്ചത്, ജീവിതത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ആശിച്ചത് ലഭിക്കുമോ, സന്തോഷം ഉണ്ടാവുമോ, അല്ല കിട്ടിയത് നഷ്ടപ്പെടുമോ. കിട്ടിക്കഴിഞ്ഞാലും മനുഷ്യൻ നടക്കില്ല. ഭയങ്കര അത്ഭുതമാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ദ്വാരന്ന് കിട്ടി, ഇപ്പൊ സന്തോഷമായി, അൽഹംദുലില്ലാഹ് സന്തോഷമായി എന്ന് പറഞ്ഞാല് അടുത്ത നിമിഷം വരും ഇതിപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോകും, പഠിച്ചോനെ ഇത് നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ട ഉപകാരിക്കാൻ പ്രത്യേകം ഉപകാരക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മനുഷ്യനെ ഉണ്ടാവുക. കിട്ടിയാൽ നമ്മുടെ സാമ്പത്തികമായ മോശമില്ലാത്ത സാഹചര്യമാണ്, വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, അപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് അനുഗ്രഹമാണ്. എന്നാ പിന്നെ അങ്ങനെ നടക്കാർക്ക് പറ്റൂല. പഠിച്ച നമ്പുരാനെ, അനുഗ്രഹത്തിന് ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ്, ഇത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണേ നമ്പുരാനെ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര മനുഷ്യനെ അള്ളാഹുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അവിടെയുള്ള ഭയം അനുകൂലമാണ്. കാരണം അള്ളാഹുവിനുള്ള ഭയമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാകും. അതേസമയം ഭയം അള്ളാഹുമായി ബന്ധിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ, ഈമാനുമായി ബന്ധിപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ, തഖ്വയുമായി ബന്ധിപ്പിക്കാമെന്നുള്ള പേടിച്ച് ആരണ്ടായി പറഞ്ഞു. എല്ലാത്തിനും പേടി. പോലീസിനെ പേടി, പട്ടിയെ പേടി, ഹെൽത്ത് ടാക്സുകാരനെ പേടി, ഇൻകം ടാക്സുകാരനെ പേടി, സർക്കാരിനെ പേടി, സകല ജാതിക്കും ആളുകൾ, അയൽക്കാരനെ പേടി, എല്ലാവരും പേടിയാണ്. കാരണം അവരുടെ ലൈഫ് ശരിയല്ലെങ്കിൽ എല്ലാവരും പേടിച്ചേ പറ്റുള്ളൂ. കാരണം ആ കോലത്തിലാ സംഗതികൾ പോകുന്നത്. മര്യാദ ചെയ്യുന്നവരും ഇൻകം ടാക്സിനെ
പോലീസിനെയും പട്ടാളത്തെയും പേടിച്ചെടുക്കുന്നവരെ നമുക്കറിയാലേ ഏത് തരത്തിലാണ്. അപ്പോ ശരിയായ നിലയിൽ പഠിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള സംഗതി നടക്കുമ്പോ ആ ഭയം അത് പോസിറ്റീവ് ഫിയർ ആയിട്ട് നമുക്ക് അനുകൂലമായ ഒരു ഇതായിട്ട് മാറും. അല്ലെങ്കിൽ നെഗറ്റീവ് ഫിയർ ആയിട്ട് നമ്മളെ ഭയം വല്ലാണ്ട് കൂടിയാൽ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടും. എന്തിനാണ് ജീവിക്കുന്നത്? ഒരു കാര്യം കുറെ കാലമായി ജീവിതത്തിൽ ഇങ്ങനെ വിഷമവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ. എന്താണ് ഇതിന്റെ എന്ന് മനുഷ്യൻ ഇങ്ങനെ ബേജാറായി കളിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയാം, തീർച്ചയായിട്ടും ഈ ഭയം ഉണ്ടല്ലോ, ആ ഭയം നാം നിങ്ങൾക്ക് ടെസ്റ്റിന് വേണ്ടി വെക്കണം. ഒരല്പം ഭയം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈ മനുഷ്യ ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിലും ഭയമുണ്ട്. ഇപ്പൊ സമകാലിക ലോകത്ത് മുസ്ലിം സമുദായത്തിന് ഒരു പേടി പിടിച്ചിട്ടുണ്ട്. സത്യമാണ്, എന്തൊക്കെ പറഞ്ഞത് ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തിന് മൊത്തം പേടിയാണ്. എന്താ വെച്ചാൽ മുസ്ലിങ്ങളാണ് തീവ്രവാദികൾ, ഭീകരവാദികൾ, അവിടെ ബോംബൊട്ടിക്കുന്ന മുസ്ലിങ്ങളാണ്, മറ്റടുത്ത് കൊല്ലണ മുസ്ലിങ്ങളാണ്, കഴുത്തറക്കണ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായാലും വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ അമേരിക്കയിൽ ഇന്നലെ 10-20 കുടുംബങ്ങളെ അമേരിക്കയിൽ കടക്കണമെന്ന് ബ്ലോക്ക് ആയിരുന്നു. വിമാനത്തിൽ യാത്ര ചെയ്യാൻ മുസ്ലിം പേരുണ്ട പാസ്പോർട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ആഗോളാടിസ്ഥാനത്തിൽ വമ്പന്മാർ എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളെ ഇപ്പോ എവിടെയും മുസ്ലിമിന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ വല്ലാത്ത ഒരു ഇളക്കക്കളി. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഇന്ത്യയിൽ അത് കൂടിയിട്ടുണ്ട്. ഫാസിസത്തിന്റെ മനോഭാവമുള്ള മനുഷ്യന്മാർ, ഭരണകൂടത്തിലുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ മുസ്ലിമും ഇസ്ലാമെന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ വല്ലാണ്ട് തന്നെ ഒരു ഇറിറ്റേഷൻ വല്ലാണ്ട്. അപ്പൊ ഇതൊക്കെ കൂടെ വായിച്ച് നമ്മളാകപ്പാടെ ഭീകരവാദികളായി പോകും. അതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാവോ? പൊതു വിടാൻ പോയി, കാരണം എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യത്തോളോ പ്രശ്നമാവോ എന്നൊക്കെ ആകപ്പാടെ പേടിച്ചരങ്ങൾ നടക്കുന്ന ഒരു മുസ്ലിം സൊസൈറ്റിയാണ് ആദ്യം ലോകം കാണുന്നത്. വേൾഡ് മീഡിയ തോന്നി കഴിഞ്ഞാൽ ഇസ്ലാമിനെതിരെയുള്ള സംഗതികളാണ് പറഞ്ഞത്. അതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാനും പറ്റാനൊന്നും പറയും കഴിയാത്തൊരവസ്ഥ. അല്ലാഹു നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടോ, ഇതൊന്നും പുതിയ സംഗതിയല്ല, ഇതൊക്കെ പണ്ട് തന്നെ ഉണ്ടായതാണ്, പണ്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുള്ളത്. ഒരു ഉദാഹരണം ഞങ്ങളെ മനസ്സിൽ ബദറിൽ തോറ്റ് മുസ്ലിങ്ങൾ ഓടി. വഹദിലെ ആദ്യം മുസ്ലിങ്ങൾ തോച്ചു. രണ്ടാമത് മുസ്ലിങ്ങൾ അലബാമോടെ ജയിച്ചു. പിന്നെ റസൂൽ മുസ്ലിങ്ങളെയൊക്കെ കൂട്ടി വന്നപ്പോ അവർ തോച്ചു. ഓടുമ്പോ അന്നത്തെ യുദ്ധനായകൻ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് പറഞ്ഞു, അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാൻ പറഞ്ഞു. അടുത്ത കൊല്ലം വീണ്ടും ബദറിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞ കാര്യം എടുത്തു. പക്ഷെ അടുത്ത കൊല്ലം അവർക്ക് സൈനിക സന്നാഹം നടത്താൻ ഖുറൈശികൾക്ക് സാധിച്ചില്ല. പക്ഷെ റസൂല് ആളുകളെ സൈനിക സന്നാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ബദറിൽ ആദ്യത്തെ ബദറല്ല, വഹദ് കഴിഞ്ഞ ശേഷം ബദർ സൈനിക സന്നാഹങ്ങളൊക്കെ ഒരുക്കൊണ്ടിരുന്നപ്പോ الذين قالوا لهم الناس إن الناس قد جمعوا لكم فاخشوهم. ഈ സഹാബാക്കളടുത്ത് മദീനയിലെ മുനാഫിക്കുകൾ പറയാം, ആ ജനങ്ങളെ നിങ്ങൾക്കെതിരായിട്ട് സൈനിക നീക്കം ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് പേടിക്കണട്ടോ. അപ്പൊ അവർക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഭയം കൊണ്ട് ഭീഷണിപ്പെടുത്തും. അപ്പൊ അത് ഈ മുനാഫിക്കുകളിലൂടെ വരെയാണ് ആ പരീക്ഷണം എന്ന് പറഞ്ഞതുകൊണ്ട് വസാദഹും ഈമാൻ, അതവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാനില്ലാതെ ചെയ്തില്ല. ആളുകളെ നിങ്ങൾ പേടിക്കണട്ടോ, അവരെല്ലാം കൂടെ നിങ്ങൾക്കെതിരായിട്ട് ഹാലടവി ഇങ്ങനെ വരാൻ പോവാണ്. ഇന്നത്തെ പോലെ ഒന്നല്ല, അന്ന് വളരെ വെട്ടാൻ വരികയാണ്, എല്ലാത്തിനും നശിപ്പിച്ചാളും മുഹമ്മദിനെ അന്യായം ഇവിടെ വെക്കൂല എന്ന് പേടിക്കണമെന്ന് മുനാഫിക്കുകൾ മദീനയിൽ നടന്ന് പറഞ്ഞപ്പോ വസാദഹും ഇല്ല ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുക ചെയ്ത. കാരണം അവരുടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരും. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളാകെ പേടിച്ചിരണ്ട് പ്രസ്താവനയും നിർത്തി പുസ്തകവും മടക്കി എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മളെ കോമ്പറ്റീഷനോളം ആധുനിക ലോകത്ത് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഈ ബഹുസ്വര സമൂഹത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞാൽ ആകാശടിഞ്ഞ് പൊളിച്ചു വീഴുമെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കി മതപണ്ഡിതന്മാരും നേതാക്കന്മാരും പിന്തുണയാക്കി ലോകത്തിന്റെ നാനാഭാഗത്തും മറ്റുള്ളവരുടെ പിന്നാലെ ഓടിക്കൊണ്ട് നടക്കുന്നതാണ് കാണുന്നത്. സത്യമായി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് അത്തരം ഭീഷണികൾ വന്നപ്പോ അന്നേടം മാത്രമേ ഉണ്ടായുള്ളൂ. ഞാനില്ല, അള്ളയെ പറയണം. അല്ല പറയുന്നത് അന്നേടം മാത്രമേ ഉണ്ടാകും. അവരദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അന്നാ മതി, ഞങ്ങൾക്ക്. കാരണം അവർ ശുദ്ധരായിരുന്നു, ഖുർആന്റെ അനുയായികളായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ശുദ്ധിയില്ല, ഖുർആന്റെ അനുയായികളല്ല. നമ്മൾ ഖുർആന്റെ കൂടെ വേറെ ചില ഖുർആൻ കൂടെ കൊണ്ടുനടക്കുന്നുണ്ട്. അത് നബിദിനത്തിന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. നബിദിനാഘോഷം നടക്കുമ്പോൾ നമ്മൾ ഈ പ്രശുദ്ധ ഖുർആനൊക്കെ പോയിട്ട് ഇന്നലെയോ ഒരു വലിയൊരു സമൂഹം പോകും, ആണും പെണ്ണും കൂടെ പോകുന്നത്. അത് ഈ വടിയൊക്കെ ഇട്ടിട്ട് അതില് തേങ്ങ, മത്തൻ, അങ്ങനെ എല്ലാ കാർഷിക വിഭവങ്ങളും അതുപോലെ കോഴി ഒക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന് പറയുവാണ്. ഏത് ദീനാണ് പഠിച്ചത്?
ഇതിങ്ങനെ റോളിൽ കൊണ്ടുപോകണം. എല്ലാം വലിയ പണ്ഡിത വേഷധാരികളൊക്കെ ഒരുപാടുണ്ട്. നബിദിനാഘോഷത്തിന് അതിനെ കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ നിയമം വേറെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മളെ പേടിപ്പിക്കുമല്ലാവില്ല. അതിന് പടച്ചോൻ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മൾ ഈ യഥാർത്ഥ ദീൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തടത്തോളം അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സംശയമില്ല. അവിടെ ബദറിലേക്ക് എല്ലാവരെയും വിളിച്ചോണ്ട് പോവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഞങ്ങൾക്ക് അള്ളാഹ് മതി. എന്നിട്ട് നിഅമൽ വക്കീൽ, അതായത് ഏൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പറ്റിയ ഒരു അള്ളാഹു മാത്രമാണ്. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء فاتبعوا رضوان الله والله ذو الفضل العظيم انما ذلكم الشيطان يخوف اولياءه فلا تخافوهم وخافوني. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അടിയുറച്ച് എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ മനുഷ്യന്മാര് അവര് ബദറിലേക്ക് റസൂലിന്റെ കൂടെ പോയപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരൊറ്റ ഖുറൈശികൾ വന്നില്ല. നമ്മൾ ബദറിൽ കാണാന്ന് പറഞ്ഞാൽ ആരും വന്നില്ല. അവരവിടെ നമസ്കരിച്ച് വർത്തമാനം പറഞ്ഞു നോക്കും. ബദറിൽ അങ്ങാടി ഒരുപാട് ചരക്കുകൾ, അല്ലാതെ ഒരു ഭരണമാർഗം നോക്കണം. എല്ലാവരും പോയി ചരക്കൊക്കെ വാങ്ങി. ആ ചരക്കുകളെല്ലാം കൊണ്ട് മദീന റസൂലും മദീനയിലും മദീനയിലേക്ക് പോയി. അല്ല പറയണം, യാതൊരു തരത്തിലുള്ള തിന്മയും ബാധിക്കാതെ അവര് അള്ളാഹുവിന്റെ എഴുത്തും വാരിക്കൊണ്ടാണ് പോയി. മദീനയിൽ കൊണ്ടുപോയി ചരക്ക് വെച്ച് ഒരുപാട് ലാഭം കിട്ടി. പേടിച്ചിട്ടാ അവിടെ നിന്ന് വരുമ്പോ. അതായത് മറ്റൊരു പേടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ധൈര്യമൊക്കെ പറഞ്ഞു ഒരു ഉള്ളിലുണ്ട് ചെറിയ ഭയമില്ലാത്ത പലരും ഉണ്ടായിരുന്നില്ല. പലർക്കും ഉള്ളിൽ ഭയമുണ്ടായി. ആ ഉൾഭയത്തോടൊപ്പം തന്നെ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സമർപ്പിക്കാൻ തയ്യാറായപ്പോ അവർക്ക് അല്ലാഹു തആല നൽകിയത് വമ്പിച്ച ഭൗതിക ജീവിത ലാഭവും പിന്നെ ആത്മീയമായ മനസ്സമാധാനവുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ചരിത്രത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷെ ഒരു സമകാലിക വായന ഖുർആനിലൂടെ നടത്താൻ നമ്മുടെ പണ്ഡിതന്മാരും ഗവേഷകരും നേതാക്കന്മാരും അശക്തരാണ്, കഴിവില്ലാത്തവർ. കാരണം അവരുടെ തലയിലേക്കാണ് നടക്കുന്നത്. ഈ കണ്ട 3 ദിവസം നാടിന്റെ നാനാഭാഗത്തും നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരില്ലേ, നേതാക്കന്മാരെ ചെയ്യരുത്. പക്ഷെ അത് തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂൽ അതിനെ പഠിപ്പിച്ചില്ല. എന്തു പറയാനും വരക്കാനും നാട്ടിൽ ആളില്ലാത്ത സ്ഥിതിയായിരിക്കുന്നു. അതുകൊണ്ട് ദീനിൽ നിന്ന് അകന്നു പോകുന്നതോറും പേടി കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അടുത്തടുത്ത് വന്ന് ആ പേടി അകറ്റി സത്യവിശ്വാസത്തിന്റെ യഥാർത്ഥ ഒരു സുരക്ഷിതത്വം അവന് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് ശ്രമിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വലിയമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحبه اوصيكم واياي ثانيا بالتقوى. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ മാനിച്ച് ജീവിക്കുന്നവരോട് ഉണർത്തുകയാണ് വസിയത്ത്. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് യു ഹാവ് റെഡ്. എന്താണ് വായിച്ചത് എന്ന് പ്രയോജനം ചെയ്യുക. ഖുർആനിൽ പല തരത്തിലുള്ള രീതിയും ശൈലിയും ഒക്കെ പറയും. സമകാലികത്തിൽ അത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ആഴത്തിൽ പഠനങ്ങളുണ്ടാണ്. എല്ലാവർക്കും അത് പഠിച്ച് വ്യാഖ്യാനിക്കാനും കഴിയില്ല. പക്ഷേ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പാവന്മാരന്മാരായ ആളുകൾ പറഞ്ഞു തെങ്ങിന്റെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര കടം കൊണ്ട് വിഷമിക്കുന്ന, രോഗം കൊണ്ട് വിഷമിക്കുന്ന, പ്രയാസങ്ങൾ, ബന്ധുമിത്രങ്ങൾ, കുഴപ്പങ്ങൾ, ഇതെല്ലാം പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് അടുത്ത് നിൽക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹു സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറയും. അള്ളയാണ് രക്ഷിതാവ് എന്ന് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ നിൽക്കുകയും ചെയ്താൽ പേടിയും ഭയപ്പെടുന്നവർക്ക് ആവശ്യമാണ്. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കാക്കി അവന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചാൽ അവനുള്ള ഉത്തമ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. അവന് യാതൊരു ഭയവും സങ്കടവും ആവശ്യമില്ല. അപ്പൊ ഭയം എങ്ങനെ നിഷ്കാസനം ചെയ്യും, ഭയം എങ്ങനെ ഒഴിവാക്കുമെന്നുള്ള
ഒരു പൊതുമേൽ ഇതെല്ലാം കൂടെ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ഭയം കൊണ്ട് നാം പരീക്ഷിക്കും. ഭയം ഈ രീതിയിലൊക്കെ പിടികൂടും. ഭയം പിടികൂടിയ സ്വഹാബാക്കൾക്കുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ്. അവരെങ്ങനെയാണ് ഭയം മാറ്റിയത്? ഭയം മാറ്റാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വസിക്കുകയും ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്തതിന് യാതൊരു ഭയത്തിന്റെ ആവശ്യമില്ല. സൂക്ഷ്മത പാലിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്യുന്നവന് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. ഒരു ആപത്തും ആരെയും അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ബാധിക്കില്ല. ആരെങ്കിലും അല്ലാഹു വിശ്വസിച്ചാൽ അതിന് പോംവഴി അവന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കുന്നതാണ്. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഈ ലോകങ്ങളുടെ എല്ലാ സംഗതികളെ കുറിച്ചും അല്ലാഹു നല്ല വിവരമുണ്ട്. അപ്പൊ ആഴത്തിൽ ഖുർആനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ, ഖുർആനിന്റെ മനസ്സോർന്ന് വരുമ്പോ, ഖുർആൻ നമ്മുടെ സുഹൃത്താവുമ്പോ, ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാവുമ്പോ രക്ഷകനായ രക്ഷിതാവിലേക്ക് കൈപിടിച്ചുയർത്തി കൊണ്ടുപോകും. ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം കൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകിയ ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒന്ന് രണ്ടാളുകൾ കഥയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആധുനിക ശാസ്ത്രത്തിന് പോലും ഒരുപാട് സംഭാവന ചെയ്ത് ലോകത്തിന് തള്ളിക്കളയാനാവുന്നത്. മുസ്ലിങ്ങൾ എത്ര കുഴപ്പക്കാരെന്ന് പറഞ്ഞാലും ഇബ്നീസിനെയും അൽകിന്ദിയെയും ഫറാബിയെയും ഇബ്നുൽ ഹൈത്തമിനെയും മറന്നുകൊണ്ട് ലോകശാസ്ത്ര ചരിത്രം എഴുതാൻ സാധ്യമാകുകയില്ല. അത് അവർ അംഗീകരിച്ചു പറയുന്നത് അവരുടെ നേതൃത്വത്തിലാണ്. അത് പാരീസിലെ യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ പങ്കെടുത്ത നോബൽ വിദഗ്ധന്മാർ, ആഗോളശാസ്ത്രജ്ഞർ, അതിൽ 2-3 മുസ്ലിം പേരുള്ള ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. 2000 പ്രതിനിധികൾ പങ്കെടുത്തതിൽ ബാക്കി മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ ഈ തത്വശാസ്ത്രം വിശ്വസിക്കാത്ത ആളുകളാണ്. പക്ഷെ അവര് ഇതിൽ വിശ്വസിച്ചു, ഇത് ജീവിതത്തിൽ പകർത്തി കൊണ്ടു നടന്ന ആളുകൾ എഴുതി വെച്ചതാണ് അടിസ്ഥാന പ്രമാണമെന്ന് ഉറക്കെ പറയാൻ മടിയില്ലാത്ത ഒരു ഏരിയയും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്തിരിക്കുന്നത് അത് കൊണ്ടു നടക്കുന്ന നമ്മള് യഥാർത്ഥത്തിൽ അതിങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് അന്ധതയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത് പറ്റൂല. നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ വിജയമാണ്, നമ്മുടെ ആശയാണ്, നമ്മുടെ പ്രതീക്ഷയാണ്, നമ്മുടെ എല്ലാ അനുഭൂതിയും ഇതിലാണ് നിലകൊള്ളുന്നത്. സ്വർഗത്തിലേക്ക് നമ്മുടെ കൈപിടിച്ചുയർത്തുന്ന ഈ മഹത്തായ ഗ്രന്ഥം നമ്മുടെ കൈവശമുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن ابو بكر وعمر وعثمان وعلي حمزه والعباس والحسن والحسين وبقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരും പാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് മാപ്പാക്കി. നിങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട മറ്റെല്ലാ ആളുകളും മുഴുവൻ സത്യവിശ്വാസം എല്ലാവരും പുറത്ത് മാപ്പാക്കി തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിലനിർത്തി ആൾക്കാരുടെ അവരുടെ സ്വർഗങ്ങളുണ്ടാക്കി മാറ്റി തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതം യഥാർത്ഥ ഖുർആനുമായി ബന്ധിപ്പിച്ച് ചുറ്റപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ സമ്പത്തുകളും ഹൈറും ബർക്കത്തും അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളും കടങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ദ്വാരസിദ്ധിച്ച ഒരുപാട് ആളുകളുടെ അവരുടെ രോഗങ്ങളെല്ലാം ശിഫയായി കൊടുക്കണം തമ്പുരാനെ. അവരുടെ കുറവുകൾ പരിഹരിച്ചു കൊടുക്കുകയുള്ള വേണ്ടപ്പെട്ടവർക്ക് മനസ്സമാധാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം തമ്പുരാനെ. നാലായി ഖുർആൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. അതിന് ആശ്വാസകരമായ ശാന്തമായ ഒരു ജീവിതം, ശാന്തമായ ഒരു മരണത്തിൽ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസകരമാക്കി മാറ്റണേ തമ്പുരാനെ. അവരുടെ പ്രകാശബലിതങ്ങളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. മത്സരങ്ങളിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷകൾ കാക്കുകയും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ. തട്ടിക്കളയാതെ ഉത്തരം തരുന്ന പ്രാർത്ഥനകൾ നടത്താനുള്ള തൗഫീഖ് നിങ്ങൾക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ഒരു മനസ്സും ഒരു ജീവിതവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.